ഹലോ ഗൈസ്, മലൂട്ടൊക്കെയാണ്. ഇപ്പം ഇന്നലെ ഒരു ഇലക്ഷൻ്റെ റിസൾട്ട്, അതായത് ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസൾട്ട് നിങ്ങളെല്ലാവരും കണ്ടു കാണും. BJP ആണ് അവിടെ എന്ത് ചെയ്തത്, അതായത് BJP കൂടി ചേർന്നിട്ടുള്ള NDA സഖ്യമാണ് അവിടെ വിജയിച്ചത്. വിജയം എന്ന് പറഞ്ഞാൽ മഹാവിജയം. 200 സീറ്റേറ്റ് അവർക്ക് കിട്ടി. കോൺഗ്രസ് 2 അക്കം സീറ്റ് ഉണ്ടായിരുന്നതിൽ നിന്ന് ഒരക്കത്തിലോട്ട് ചുരുങ്ങി. ബാക്കിയുള്ള പാർട്ടികൾക്ക് 3ഉം 1ഉം 2ഉം ഒക്കെയാണ് സീറ്റുകളുള്ളത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നോർത്തിൽ ഇപ്പോൾ ഒരു BJP അനുകൂല മനോഭാവം നോർത്തിൽ ഇപ്പോഴും ഉണ്ട്. എത്രയൊക്കെ നോർത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ കലാപങ്ങൾ നടന്നാലും, ടെററിസ്റ്റ് ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഹിന്ദി ഹിന്ദി ബോർഡില്ലാത്ത സംരംഭങ്ങൾ ഉള്ള ബോർഡുകളൊക്കെ തല്ലി തകർത്താൽ, അല്ലെങ്കിൽ എത്രയൊക്കെ കലാപങ്ങൾ നടന്നു കഴിഞ്ഞാലും അവിടെ നോർത്തിൽ അവരമ്പലം പണിയുക, ദൈവം എന്തോ വലിയ സംഭവമാണ്, അല്ലെങ്കിൽ ഹനുമാൻ വലിയ സംഭവമാണ്, ശ്രീകൃഷ്ണൻ വലിയ സംഭവമാണ് എന്നുള്ള 4 വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വോട്ട് കിട്ടും. ഓക്കെ, കാരണം അറിയാലോ, നോർത്തിലുള്ള ആൾക്കാർ വെറും മണ്ടന്മാരാണ്, തലച്ചോറില്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് മാത്രമാണ് ഒരു BJPക്ക് വോട്ട് ചെയ്തത്. തലച്ചോറുള്ള ആൾക്കാർ ആരും BJPക്ക് വോട്ട് ചെയ്യൂല. പിന്നെ കേരളത്തിൽ ഒരു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രിസ്ഥാനം കിട്ടിയത് വരെ പൂരം കലക്കിയിട്ടാണ്. അല്ലാതെ മാന്യമായ രീതിക്ക് വോട്ട് പിടിക്കുന്നതിനുള്ള കെൽപ്പും ആവതും BJPക്ക് ഇല്ല കേരളത്തിൽ. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുകയാണ്, പോവാണ്. ഓക്കെ, അപ്പം അതിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഇത്രയാണ്. അറിയാലോ, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളം ഭരിച്ചത് ആരാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഓരെത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്, എത്രയൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്കും എതിരെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട്, എത്രയൊക്കെ കേസുകൾ പെൻഡിങ് ആണ്. എത്രയൊക്കെ കേസുകളിൽ പ്രതിനെ വെറുതെ വിട്ടിട്ടുണ്ട് കോടതി, പ്രതിനെ സഹായിച്ചിട്ടുണ്ട് പോലീസുകാരാണെന്നുണ്ടെങ്കിലും. ഇതിനൊക്കെ പുറമെ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രശ്നങ്ങളായിട്ട് വരുന്ന ട്രേഡ് യൂണിയനുകൾ, ഇത്രയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കേരളത്തിലുണ്ട്. അപ്പോൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും നിങ്ങൾ നോക്കിയും കണ്ടും വോട്ട് ചെയ്യുക. ഓക്കെ, ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ട് കൊടുക്കരുത് എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഭരണത്തിനെ ഒന്ന് വിലയിരുത്തിയതിന് ശേഷം മാത്രം വോട്ട് കൊടുക്കുക. അവരിങ്ങൾക്ക് എന്തൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്, അവരെനിക്ക് എന്തൊക്കെ ചെയ്ത് തന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രം വോട്ട് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ചാനൽ ഇഷ്ടപ്പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാലൊന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ബൈ.